അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മുടെ ഇന്നത്തെ വിഷയം വളരെ സുപ്രധാനമായ ഒരു വിഷയമാണ്. അഥവാ തിദ്കാറു സ്വാലിഹീൻ, സ്വാലിഹീങ്ങളെ അനുസ്മരിക്കുക എന്നത്. മഹാന്മാരായ മുൻഗാമികൾ പരിശുദ്ധമായ ദീനിന് വേണ്ടി, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ത്യാഗം സഹിച്ച, നേതൃത്വം നൽകിയ നമ്മുടെ ധാരാളം നേതാക്കളുണ്ട്. അവരൊക്കെ അനുസ്മരിക്കുന്നത് സംബന്ധിച്ചാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഒരുപാട് മഹാന്മാരെ നമ്മൾ അനുസ്മരിക്കാറുണ്ട്. പരിശുദ്ധമായ ദീനിന് വേണ്ടി വലിയ ത്യാഗം ചെയ്ത, ഒരുപാട് പ്രവർത്തിച്ച നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ. ഉദാഹരണത്തിന് ബഹുമാനപ്പെട്ട ബദരീങ്ങൾ, അവരെ നമ്മൾ അനുസ്മരിക്കാറുണ്ട് പരിശുദ്ധ റമദാനിന്റെ 17ാമത്തെ രാത്രിയിൽ. അതുപോലെ മഹാനായ ഗൗസുൽ ആദമിനെ റബീഉൽ ആഖിർ 11ന്റെ അന്ന് നമ്മൾ പ്രത്യേകമായ പല പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് അനുസ്മരിക്കാറുണ്ട്. അങ്ങനെ തുടങ്ങി നിരവധി നമ്മുടെ മഹാന്മാരായ ആളുകളെ നമ്മൾ അനുസ്മരിക്കുന്നു. ഇങ്ങനെ അനുസ്മരിക്കുന്നതിന് പരിശുദ്ധ ഇസ്ലാമിൽ വല്ല തെളിവുകളും ഉണ്ടോ എന്ന് ചില ആളുകളൊക്കെ അതിന് തെളിവ് ചോദിക്കാറുണ്ട്. പരിശുദ്ധ ഖുർആൻ അങ്ങനെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഹദീസുകൾ പഠിപ്പിക്കുന്നുണ്ടോ ഈ അനുസ്മരണ പരിപാടി നടത്താനും, അല്ലെങ്കിൽ അവരെ അനുസ്മരിക്കുന്ന വാർഷിക പരിപാടികളൊക്കെ നടത്തുന്നതിന് ഖുർആനിലോ ഹദീസിലോ വല്ല തെളിവുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ച ഒരു ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വദ്കുർ അബ്ദനാ ദാവൂദ ദൽ ഐദി ഇന്നഹു അവ്വാബ്. വദ്കുർ അബ്ദനാ ദാവൂദ്, നമ്മുടെ അടിമയായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അനുസ്മരിക്കൂ നബിയെ. സൂറത്തു സ്വാദിന്റെ 17ാമത്തെ ആയത്തിലാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. വദ്കുർ അബ്ദനാ ദാവൂദ്, നമ്മുടെ അടിമയായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അനുസ്മരിക്കൂ. വളരെ വ്യക്തമാണ്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അനുസ്മരിക്കാനും, മഹാനവറുകൾ പരിശുദ്ധ ദീനിന് വേണ്ടി ചെയ്ത ആ ത്യാഗങ്ങളും പരിശ്രമങ്ങളും എല്ലാം അനുസ്മരിച്ചുകൊണ്ട് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി അല്ലാഹു തആല ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അനുസ്മരിക്കാൻ വേണ്ടി നമ്മോട് കൽപ്പിക്കുന്നു. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ പിന്നെ നമുക്ക് കാണാം, ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വദ്കുർ അബ്ദനാ അയ്യൂബ് ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയ ശൈത്വാൻ എന്ന് തുടങ്ങിയ ആയത്തുകളിൽ നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും, നമ്മുടെ അടിമയായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അനുസ്മരിക്കൂ നബിയെ. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ വീണ്ടും കാണാം, വദ്കുർ ഇബാദനാ ഇബ്രാഹീമ യാക്കൂബ്, നമ്മുടെ അടിമകളാകുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇങ്ങനെയുള്ള മഹാന്മാരെ അനുസ്മരിക്കണം നബിയെ. ചുരുക്കി പറഞ്ഞാൽ വിശുദ്ധ ഖുർആനില് ഒരുപാട് സ്ഥലങ്ങളിൽ മഹാന്മാരെ അനുസ്മരിക്കാൻ വേണ്ടി നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിൽ ഈ അനുസ്മരിക്കുക എന്നത് ഉള്ള ഒരു സംഗതിയാണ്. അതിന്റെ നേട്ടം എന്താണെന്ന് വെച്ചാൽ, ആ മഹാന്മാർ ജീവിതത്തിൽ കാണിച്ച ത്യാഗങ്ങളും സേവനങ്ങളും നമ്മളും നമ്മുടെ ജീവിതത്തിൽ കാഴ്ചവെക്കുക എന്നതാണ്. അവരുടെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക എന്നതാണ് അതിന്റെ ലക്ഷ്യം. എന്നാൽ നമുക്ക് ഇത് അടുത്ത ജുമാദുൽ ഉഖ്റയാണെങ്കിൽ, അല്ലെങ്കിൽ ജുമാദുൽ ആഖിറയാണെങ്കിൽ, അടുത്ത മാസം വരാനിരിക്കുന്നത് പരിശുദ്ധമായ റജബ് മാസമാണ്. ഈ റജബ് മാസം ഷാഫികളാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ്.
കാരണം നമുക്ക് വളരെ പ്രധാനപ്പെട്ട 3 വ്യക്തിത്വങ്ങളെ പരിശുദ്ധമായ റജബിൽ നമുക്ക് അനുസ്മരിക്കാനുണ്ട്. ഒന്ന്, നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അദ്ദേഹം വഫാത്താകുന്നത് റജബ് മാസത്തിന്റെ അവസാനത്തിലാണ്. ഫി ആഖിർ റജബ് അഥവാ ഹിജ്റ 204 റജബിന്റെ അവസാനത്തെ ദിവസം, അത് 29-ഓ 30-നോ അല്ലാഹു അഅലം. ഏതായാലും കിതാബുകളിലൊക്കെ കാണുന്നത് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു വഫാത്തായത് റജബിന്റെ അവസാനത്തിലാണ് എന്നാണ്. അതേപോലെ തന്നെ മറ്റൊരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു. അദ്ദേഹം വഫാത്താകുന്നത് റജബ് ഹിജ്റ വർഷം 676 റജബ് 24-നാണ്. ഇമാം നവവി നമ്മുടെ മദ്ഹബിലെ പ്രധാനപ്പെട്ട ആളാണ്. 2ാം ഷാഫി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനാണ് ഇമാം നവവി. ഷാഫി മദ്ഹബിലെ മുഅ്തമദായ മസ്അലകൾ അവലംബിക്കുന്നത് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ. ആ ഇമാം നവവി തങ്ങൾ വഫാത്താകുന്നത് റജബിലാണ്, റജബ് 24-നാണ്. 3ാമത്തെ ഒരാളുണ്ട്, ഷാഫികളാകുന്ന നമുക്ക് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട ഒരാള്, ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു. അദ്ദേഹം വഫാത്താകുന്നത് റജബിലാണ്, റജബ് 23-നാണ്. ഹിജ്റ 974 റജബ് 23-നാണ് ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. അതുകൊണ്ട് അടുത്ത റജബ് മാസം നമ്മളൊക്കെ വളരെ കൂടുതൽ അനുസ്മരിക്കേണ്ട 3 വ്യക്തിത്വങ്ങളാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, 2 ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു, 3 മഹാനായ ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു. ഈ 3 ആളുകളും ഷാഫി മദ്ഹബിലെ പ്രഗത്ഭരായ ആളുകളാണ്. ആ 3 ആളുകളും വഫാത്തായത് പരിശുദ്ധമായ റജബ് മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ റജബ് മാസം നമ്മൾ വളരെ കൂടുതൽ ബഹുമാനിക്കുകയും അനുസ്മരിക്കുകയും ചെയ്യേണ്ട 3 ആളുകളാണ് ഈ 3 മഹാന്മാരായ നമ്മുടെ നേതാക്കൾ. എന്നാൽ അതേപോലെ തന്നെ നമുക്ക് അടുത്ത് തന്നെ മറ്റൊരു കാര്യം കൂടി അനുസ്മരിക്കാനുണ്ട്. അതായത് കേരളത്തിലും അതുപോലെ കേരളത്തിന്റെ തൊട്ടടുത്ത് ജീവിക്കുന്ന കർണാടകക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആശയ ആദർശ രംഗത്ത് ഏറെ നമുക്ക് ബാധ്യതയുള്ള കടപ്പാടുള്ള ആളുകളാണ് നമ്മുടെ സമസ്തയുടെ നേതാക്കൾ. 1926-ൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ സംഘടന കേരളത്തിൽ നിലവിൽ വന്നു. കാരണം പരമ്പരാഗതമായി നബിയും സ്വഹാബത്തും കാണിച്ച താബിയുകളും താബിയുകളും അയിമ്മത്ത് മുജ്തഹിദുകളും ഔലിയാക്കളും ജീവിച്ച് കാണിച്ചു തന്ന പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം അതിങ്ങനെ പരമ്പരാഗതമായി വന്ന് ആ ആശയത്തിലും ആദർശത്തിലുമായി ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ 1920കളിൽ പുതിയ ഒരു പ്രസ്ഥാനം ഈജിപ്തിൽ നിന്ന് കേരളത്തിലേക്ക് വരികയും വക്കം അബ്ദുൽ ഖാദർ മൗലവി മുഖേന അഥവാ വഹാബിസത്തിന്റെ പ്രചരണങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. 1920ലാണ് കേരളത്തിൽ വഹാബിസം പ്രചരിക്കാൻ ആരംഭിച്ചിട്ടുള്ളത്. ആ സമയത്ത് അവർ സംഘടിതമായി ആദ്യ കാലഘട്ടത്തിൽ നിഷ്പക്ഷ സംഘം എന്ന പേരിൽ സംഘടന ഉണ്ടാക്കുകയും പിന്നീട് മുസ്ലിം ഐക്യ സംഘം എന്ന പേരിൽ അതിന്റെ പേര് മാറ്റുകയും മൂന്നാമതായി കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടന രൂപീകരിക്കുകയും അങ്ങനെ ബിദ്അത്തിന്റെ ആശയങ്ങൾ കേരളത്തിൽ സംഘടിതമായി വഹാബികൾ പ്രചരിപ്പിക്കാൻ ആരംഭിച്ചപ്പോഴാണ് ആ കാലഘട്ടത്തിലെ പ്രഗത്ഭരായ മഹാന്മാർ വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാരെ പോലെയുള്ള അതുപോലെ തന്നെ വരക്കൽ മുല്ലക്കോയ തങ്ങളെ പോലെയുള്ള മഹാന്മാർ ഇവർ സംഘടിതമായി പ്രവർത്തിക്കുമ്പോൾ ബിദ്അത്തിനെ പ്രചരിപ്പിക്കുമ്പോൾ ആ ബിദ്അത്തിനെ സംഘടിതമായി തന്നെ നമുക്ക് പ്രതിരോധിക്കണം. ജനങ്ങൾക്ക് സുന്നത്ത് ജമാഅത്ത് ഇതുവരെ പരമ്പരാഗതമായി കടന്നു വന്ന ആ യഥാർത്ഥ ആശയത്തെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. ജനങ്ങൾ ബിദ്അത്തിലേക്ക് പോകാതെ അവരിൽ നമ്മൾ ബോധവൽക്കരണം നടത്തണം എന്ന ലക്ഷ്യത്തിൽ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ 1926ൽ ഒരു പണ്ഡിത സംഘടന നിലവിൽ വരികയാണ്. ആ പണ്ഡിത സംഘടന രൂപം കൊണ്ട് 2026 ആകുമ്പോൾ അതിന് 100 വർഷം തികയുകയാണ്. അതുകൊണ്ട് തന്നെ ആ കഴിഞ്ഞുപോയ മഹാന്മാരെ അനുസ്മരിക്കുക എന്നതും കൂടി നമുക്ക് അടുത്ത് നടക്കാൻ പോവുകയാണ് ഇൻഷാ അല്ലാഹ്. അതിന്റെ 2026ൽ
100-ാം വാർഷികം കൊണ്ടാടുന്ന സമയത്ത് അതിന്റെ പ്രഖ്യാപന സമ്മേളനം കാസർഗോഡിൽ വെച്ചുകൊണ്ട് ചട്ടഞ്ചാലിൽ വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഡിസംബർ 30-ാം തീയതി നടക്കാനിരിക്കുകയാണ്. അതിന്റെ എല്ലാം ലക്ഷ്യം ആ സുന്നത്ത് ജമാഅത്തിന് സേവനം ചെയ്ത, ത്യാഗം ചെയ്ത, നമുക്ക് ആദർശം പഠിപ്പിച്ചു തന്ന, സംഘടിതമായി സുന്നത്ത് ജമാഅത്തിന് പ്രവർത്തിക്കണം, അതുപോലെ തന്നെ ബിദ്അത്തിനെ എതിർക്കണം, സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥ ആശയം ഉൾക്കൊള്ളണം എന്ന ആ മഹത്തായ ആദർശത്തിന് വേണ്ടി അവരനുസ്മരിക്കാൻ വേണ്ടിയുള്ള പരിപാടികളാണ് ഇൻഷാ അല്ലാഹ്. അതിനു വേണ്ടിയാണ് അനുസ്മരണങ്ങളൊക്കെ നമ്മൾ നടത്തുന്നത്. 1989 പിളർപ്പിന് ശേഷം പ്രവർത്തനം ആരംഭിച്ച AP വിഭാഗം സുന്നികൾ എങ്ങനെയാണ് ഇന്ന് 100-ാം വർഷം കൊണ്ടാടുന്നത് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. അതെ, വളരെ നല്ലൊരു ചോദ്യമാണ്. അതായത് നമ്മുടെ ചട്ടഞ്ചാലിലെ പരിപാടി അത് നമ്മുടെ ഉലമാ പ്രഖ്യാപിച്ചപ്പോൾ 30-ാം തീയതി ചട്ടഞ്ചാലിൽ വെച്ചുകൊണ്ട് അതിന്റെ പ്രഖ്യാപന സമ്മേളനം നടക്കുന്നു എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ കൂടുതൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല പ്രസംഗങ്ങളും ക്ലിപ്പുകളൊക്കെ കേൾക്കാനിടയായി. അതായത് 1989 സമസ്ത രണ്ടായി പിളർന്നു. AP വിഭാഗമെന്നും EK വിഭാഗമെന്നും ഇങ്ങനെ 2 പേരിൽ സമസ്ത 2 വിഭാഗമായി പിളർന്നു. അങ്ങനെ പിളർന്നപ്പോ ഈ പിളർന്ന് AP വിഭാഗം എന്ന ആളുകൾ ഒരു പ്രത്യേക സമസ്ത ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് 34 കൊല്ലമേ ആയിട്ടുള്ളൂ, 100 വർഷം തികഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഒരു 100-ാം വാർഷികം കൊണ്ടാടുന്നത് എന്ന നിലക്കുള്ള ചർച്ചകൾ ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു ചർച്ച ഒരു അർത്ഥശൂന്യമായ ചർച്ചയാണ്. നമ്മൾ അത്തരം വിഷയങ്ങളിൽ ചർച്ച നടത്തേണ്ടവരോ തർക്കിക്കേണ്ടവരോ അല്ലെങ്കിൽ വാഗ്വാദങ്ങളോ വിവാദങ്ങളോ ഉണ്ടാക്കേണ്ടവരല്ല. കാരണം ഇതിന്റെ ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും മനസ്സിലാക്കിയാൽ നമ്മളുടെ ഇടയിൽ ഒരു പ്രശ്നവുമില്ല. എല്ലാവരും വിശാലമായി ചിന്തിക്കുക, എല്ലാവരും സങ്കുചിതമായ ചിന്താഗതികൾ ഒഴിവാക്കുക. സങ്കുചിതമായ ചിന്താഗതികൾ ഒഴിവാക്കിക്കൊണ്ട് വിശാല മനസ്സിൽ ചിന്തിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവും നമ്മളുടെ ഇടയിലില്ല. കാരണം ഒന്നാമതായി ഈ സമസ്തയുടെ 100-ാം വാർഷികം നമ്മൾ നടത്തുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? അന്ന് സമസ്തയുടെ ആ ഓഫീസിന്റെ 100-ാം വാർഷികം എന്നാണോ? അല്ലല്ലോ. അങ്ങനെയാണോ? അല്ല. അല്ലെങ്കിൽ അന്ന് ഉപയോഗിച്ച ആ സീലിന്റെയും ലെറ്റർ പേഡിന്റെ വാർഷികമാണോ? അങ്ങനെയാണോ? അല്ലല്ലോ. ലെറ്റർ പേഡിൻ്റെതും അല്ല, സീലിനും അല്ല. അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫീസിലുള്ള താലൂക്ക് ഓഫീസിലോ അവിടെ ജില്ലാ രജിസ്ട്രേഡ് ഓഫീസിലുള്ള ആ ഒരു എഴുത്തിനാണോ നമ്മൾ വാർഷികം നടത്തുന്നത്? അതിനുമല്ല. ആ എഴുത്ത് കുത്തുകൾക്കും അല്ല, സീലിനും അല്ല, ലെഡ്ജർ പുസ്തകത്തിനും അല്ല, നോട്ട് പുസ്തകത്തിനും അല്ല, സീലിനും അല്ല, ഒന്നിനുമല്ല. ഇവിടെ വാർഷികം നടത്തുന്നത് എന്താണ്, എന്തിനാണ്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 100 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങള് അതുപോലെ മറ്റുള്ള ആലിമീങ്ങളും പരിശുദ്ധമായ ആ പരമ്പരാഗതമായി കടന്നു വന്ന 14 നൂറ്റാണ്ടുകളിൽ കടന്നു വന്ന ആ സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥ ആശയം എന്താണ് എന്നും അതിനെതിരെ ബിദ്അത്തുകാർ പ്രവർത്തനം ആരംഭിച്ചപ്പോ ആ ബിദ്അത്തുകാരെ എങ്ങനെ പ്രതിരോധിക്കണം എന്നതും നമുക്ക് വലിയൊരു ആദർശം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആ ആദർശത്തിന്റെ 100-ാമത്തെ വാർഷികമാണ്. അല്ലാതെ ഓഫീസിനല്ല, ലെറ്റർ പേഡിനുമല്ല, സീലിനുമല്ല, അന്നത്തെ ഒരു കടലാസിനുമല്ല. മഹാന്മാർ കാണിച്ചു തന്ന ആ ആദർശം അതിന് 100 വർഷം ആയി എന്നാണ്. അല്ലാതെ ഈ പേരിനുമല്ല, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കടലാസുകൾക്കൊന്നുമല്ല. ഇവിടെ ചിലപ്പോൾ ഭൗതികമായൊരു വ്യവസ്ഥയുണ്ട്. ഒരു സംഘടനക്ക് ഒരു ഭൗതികമായ ഒരു വ്യവസ്ഥയുണ്ട്. അതിനൊരു പേരുണ്ടാകും, രജിസ്ട്രേഷൻ ഉണ്ടാകും, അത് ജില്ലാ ഓഫീസിൽ ഉണ്ടായിരിക്കും, അതൊക്കെ ഉണ്ടാകും. പക്ഷെ അതൊക്കെ ഭൗതിക വ്യവസ്ഥകളാണ്. ആ ഭൗതികമായ വ്യവസ്ഥക്കല്ല ഈ 100-ാം വാർഷികം നടത്തുന്നത്. ആ കടലാസും ആ പേരും കുത്തും അതിനൊന്നുമില്ല. അതുണ്ടായാലും ശരി, ഇല്ലെങ്കിലും ശരി. അത് ചിലപ്പോ ഇവിടെ അത് സംബന്ധമായ ആ ഭൗതിക വ്യവസ്ഥ പ്രകാരം ഈ സമസ്ത ആരുടേതാണ് എന്നത് ഇന്നും തീരുമാനമായിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. അതായത്
ആ വിഷയത്തിൽ ഇന്നും കോടതിയിൽ കേസുണ്ട്. ആ കേസിന്റെ അന്തിമ തീരുമാനം ഇതുവരെ വന്നിട്ടുമില്ല. AP വിഭാഗത്തിൻ്റെതാണെന്നാണോ EK വിഭാഗത്തിനാണെന്നോ എന്നാണോ അങ്ങനെ ഒരു തീരുമാനം ഇന്നുവരെ വന്നിട്ടുമില്ല. അതുകൊണ്ട് ഈ പേര് ഈ ഭൗതിക വ്യവസ്ഥ പ്രകാരം ആർക്കാണ് യഥാർത്ഥത്തിലുള്ളത് എന്നത് ഇന്നുവരെ തീരുമാനമായിട്ടില്ല. AP വിഭാഗത്തിനെന്നോ അല്ലെങ്കിൽ EK വിഭാഗത്തിനാണ് എന്നോ ഒരു തീരുമാനം ഇതുവരെ അതിന്റെ ഫൈനൽ ജഡ്ജ്മെന്റ് വന്നിട്ടില്ല. രണ്ടു കൂട്ടർക്കും ആയിട്ടില്ല. അതേസമയം ഇനി വന്നു, ഏതെങ്കിലും ഒരു വിഭാഗത്തെ അനുകൂലമായി വന്നു എന്ന് സങ്കല്പിക്കാം. ചിലപ്പോ AP വിഭാഗത്തിന് അനുകൂലമായി വന്നു എന്ന് സങ്കല്പിക്കാം. എന്നാൽ EK വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് നടത്തിക്കൂടെ? 100ാം വാർഷികം നടത്താം. കാരണം ആദർശം പരിഗണിച്ചുകൊണ്ട് അവർക്കും നടത്താം. അല്ലെങ്കിൽ EK വിഭാഗത്തിനാണ് അനുകൂലമായി വിധി വന്നു എന്ന് സങ്കല്പിക്കാം. എന്നാൽ മറുവിഭാഗം AP വിഭാഗത്തിൽ നടത്തിക്കൂടെ? നടത്താം. കാരണം ആ വരക്കൽ മുല്ലക്കോയ തങ്ങൾ കാണിച്ചു തന്ന ആദർശം, ആ ഒരു മെസ്സേജും, അതാണ് നമ്മൾ വാർഷികം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കടലാസിനും അല്ല, എഴുത്തിനും അല്ല, സീലിനും അല്ല, ഓഫീസിനും അല്ല, ലെറ്റർ പേഡിനും അല്ല. ആ പണ്ടത്തെ ലെറ്റർ പേഡ് ചിലപ്പോൾ ഇന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അന്ന് ഉപയോഗിച്ച സീൽ ഇന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് അതൊക്കെ വിശാലമായി ചിന്തിക്കാത്തത് കൊണ്ടാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പോരാടിയവർ ആരാണ്? അതിന് സംഘടിതമായി പോരാടിയവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്, അല്ലെ? കോൺഗ്രസ് ആണ് അതിന് നേതൃത്വം കൊടുത്തത്. എന്നാൽ ഇന്നിപ്പോ സ്വാതന്ത്ര്യദിവസം ആചരിക്കുമ്പോ കോൺഗ്രസ്സുകാർ മാത്രമാണോ നടത്തുന്നത്? അന്ന് തീരെ ഉണ്ടാകാത്ത BJP-കാരും നടത്താറില്ലേ? അന്നില്ലാത്ത JDS നടത്താറില്ല? നടത്തുന്നുണ്ട്. അപ്പൊ കോൺഗ്രസ്സുകാരെ പറയാൻ പറ്റുമോ ഞങ്ങളെ സംഘടനയാണ് പണ്ട് പ്രവർത്തിച്ചത്, നിങ്ങൾക്കിപ്പോ അത് വാർഷികം നടത്താൻ എന്ത് അവകാശമാണുള്ളത്? കോൺഗ്രസ്സുകാർക്ക് ചോദിക്കാൻ പറ്റുമോ? അവർ ചോദിക്കാറില്ല, പറയാറില്ല, ചോദിക്കാൻ പറ്റൂല. ഇതുപോലെ തന്നെ ഞാൻ മറ്റൊരു ഉദാഹരണം കൂടി മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നമ്മുടെയൊക്കെ അഖീദയുടെ ഇമാമാണ് മഹാനായ ഇമാം അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു. അശ്അരി ത്വരീഖത്തിന്റെ ഇമാമാണ്, നേതാവാണ്. അദ്ദേഹം വഫാത്താക്കുന്നത് ഹിജ്റ 324 അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സായി, അനുയായികളായി ലോകത്ത് അശ്അരികൾ ധാരാളമുണ്ട്. നമ്മളൊക്കെ അശ്അരികളാണ്. എന്നാൽ മറ്റൊരു നേതാവാണ് ബഹുമാനപ്പെട്ട ഇമാം അബൂ മൻസൂർ മാതുരീദി റളിയല്ലാഹു അൻഹു. അദ്ദേഹവും അഖീദയുടെ ഇമാമാണ്. അദ്ദേഹത്തിനെ പിൻപറ്റിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സായി ലോകത്ത് മാതുരീദികളും ഉണ്ട്. അദ്ദേഹം വഫാത്താകുന്നത് ഹിജ്റ 333 അശ്അരി ഇമാമോ 324 9 കൊല്ലം മുമ്പ്. എന്നാൽ ഒരു സ്ഥലത്ത് മാതുരീദികളായ കുറച്ച് ആളുകൾ അവർ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു, അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുന്നു. ആരത്? ഇമാം അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ. ഇമാം അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ എത്രാമത്തെ 1121 ആണ്ട് അല്ലെങ്കിൽ അനുസ്മരണ പരിപാടി നടത്തുന്നു. 1121 കൊല്ലമായി. അപ്പൊ മാതുരീദികൾക്ക് പിന്നെ അശ്അരികൾക്ക് ചോദിക്കാൻ പറ്റുമോ, നിങ്ങൾ മാതുരീദികൾ എങ്ങനെ ഇമാം അശ്അരിന്റെ അനുസ്മരണം നടത്തുന്നത്? ഞങ്ങളല്ലേ നടത്തേണ്ടത്? അശ്അരികളല്ലേ നടത്തേണ്ടത്? നിങ്ങൾ മാതുരീദികളല്ലേ? അദ്ദേഹമാണെങ്കിലോ, അദ്ദേഹം വഫാത്തായത് എപ്പോഴാണ്? ഹിജ്റ 333 അദ്ദേഹം വന്നിട്ട് വഫാത്തായി 1112 കൊല്ലമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് അവകാശമില്ല എന്ന് പറയാൻ അശ്അരികൾക്ക് അർഹതയുണ്ടോ? ഇല്ല, പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ മറ്റൊരു ഉദാഹരണം പറയാം. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വഫാത്താക്കുന്നത് ഹിജ്റ 176 മാലിക്കി മദ്ഹബിന്റെ ഇമാമാണ്, നേതാവാണ്. ലോകത്ത് പലയിടത്തും മാലിക്കി മദ്ഹബിനെ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ നേരെ ശിഷ്യനാണ് ഇമാമുൻ ഷാഫി റളിയല്ലാഹു അൻഹു. അദ്ദേഹം വഫാത്താക്കുന്നത് ഹിജ്റ 204 അല്ലെ? 204 എന്നാൽ ഷാഫി മദ്ഹബുകാരായ ആളുകൾ ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ അനുസ്മരണം നടത്തി. ആ അനുസ്മരണം നടത്തുമ്പോൾ മാലിക്കികൾ പറയോ ഞങ്ങളെ ഇമാമിന്റെ അനുസ്മരണം നിങ്ങളെങ്ങനെ നടത്തുന്നത് ചോദിക്കാൻ പറ്റൂ? പറ്റൂല.
കാരണം അതൊക്കെ ആദർശ ബന്ധമാണ്, നമുക്കൊക്കെ ആദർശ ബന്ധമാണ് അതിലുള്ളത്. മാലിക് ഇമാമിന്റെ 1266 ഒരു വാർഷികം അല്ലെങ്കിൽ അനുസ്മരണ പരിപാടി ആണ്ട് ഷാഫികളെ നടത്തുകയാണെങ്കിൽ അതിനെ മാലിക് വിമർശിക്കൂല. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ എന്താണ്, ചില തെറ്റിദ്ധാരണകളാണ്. വിശാലമായി ചിന്തിക്കുകയാണെങ്കിൽ അതിൽ യാതൊരു കുഴപ്പവുമില്ല. ഉദാഹരണത്തിന് ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. ഒരു കുടുംബത്തിലെ ഒരു തലവൻ, ഒരു ഉപ്പാപ്പ, ജദ്, 1926 അയാൾ ഒരു വീട് കെട്ടുന്നു, ഉദ്ഘാടനം നടക്കുന്നു. അക്കൊല്ലം അദ്ദേഹം മരണപ്പെടുന്നു. അങ്ങനെ ആ വീട്ടിൽ അദ്ദേഹത്തിന്റെ കുടുംബങ്ങളും മക്കളും പേരക്കുട്ടികളും ഇങ്ങനെ താമസിച്ചു വരുന്നു. 1989 ആകുമ്പോ കുറച്ച് കുട്ടികൾ പുറത്തുപോയി വേറെ പുതിയൊരു വീട് കെട്ടി അവിടെ താമസിക്കുന്നു. അങ്ങനെ 2026 ആയപ്പോ പുതിയ വീട്ടിൽ താമസിക്കുന്ന കുട്ടികൾ ഉപ്പാപ്പന്റെ ആണ്ട് നടത്തി, 100ാമത്തെ ആണ്ട്. അപ്പോ ഈ ഉപ്പാപ്പ കെട്ടിയ വീട്ടിൽ താമസിക്കുന്ന മക്കള് ചോദിക്കോ, നിങ്ങൾ എങ്ങനെ നടത്തുന്നത്? ഉപ്പാപ്പ മരിച്ച് ഈ വീട്ടിലാണ്, ഉപ്പാപ്പ താമസിച്ചത് ഈ വീട്ടിലാണ്, ഈ വീട്ടിൽ താമസിക്കുന്നവർ ഞങ്ങളാണ്, നിങ്ങൾ എങ്ങനെ ആ വീട്ടിൽ വെച്ചോണ്ട് ഉപ്പാപ്പന്റെ 100ാമത്തെ ആണ്ട് നടത്തുന്നത് എന്ന് ചോദിച്ചാൽ അത് വിഡ്ഢിത്തമല്ലേ അതിനെപ്പറ്റി പറയുന്നത്? അത് അതിനെപ്പറ്റി പറ്റ വിഡ്ഢിത്തമെന്നല്ലാതെ വേറെ എന്താ പറയാനുള്ളത്? അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഈ സങ്കുചിതമായ ചിന്താഗതികളൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ ഇതിൽ ഒരു പ്രശ്നവുമില്ല. എന്ന് മാത്രമല്ല, ഒരുപാട് ഖൈറുകളാണ് ഇതിലുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, രണ്ട് വിഭാഗവും കൂടി ഇവിടെ 100ാം വാർഷിക നടത്തുമ്പോൾ എത്രയാണ് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടക്കുന്നത് രണ്ട് വിഭാഗത്തിലും. ഭൂദാനത്തിന് AP വിഭാഗത്തിന്റെ കീഴിൽ ഒരു 1000 ശാഖകളുണ്ട്. SSF, SYS ഒക്കെ ശാഖകളുണ്ടെന്ന് സങ്കല്പിക്കാം. ഓരോ ശാഖയിൽ 10 ആളുകൾക്ക് ചാരിറ്റി നടക്കുകയാണെങ്കിൽ 1000-1000 ആളുകൾക്ക് ചാരിറ്റി നടന്നില്ലേ? അതേപോലെ തന്നെ മറുവിഭാഗവും കൂടി അങ്ങനെ നടത്തുമ്പോൾ EK വിഭാഗക്കാരും കൂടി നടക്കുമ്പോ അതിന്റെ ഡബിൾ 20,000 ആളുകൾക്കല്ലേ ചാരിറ്റി നടക്കുന്നത്, അല്ലേ? അതേപോലെ തന്നെ AP വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, സംഘടന ആളുകൾ ഒരു 500 ആളുകൾക്ക് ഇതിന്റെ പേരിൽ വീടുണ്ടാക്കി കൊടുത്തു എന്ന് സങ്കല്പിക്കാം. അതേപോലെ തന്നെ മറ്റേ EK വിഭാഗക്കാരുണ്ടാക്കുമ്പോൾ 1000 ആളുകൾ, അവർ 500 ആൾക്ക് കൊടുക്കുമ്പോൾ 1000 ആളുകൾക്ക് അല്ലേ അത് ഗുണമുണ്ടാക്കുന്നത്. അപ്പൊ ഈ സമ്മേളനങ്ങൾ രണ്ട് വിഭാഗം കൂടി സമ്മേളനം നടത്തുമ്പോൾ ആർക്കാണ് അതിൽ ഗുണമുണ്ടാക്കുന്നത്? ആർക്കാണ്? സമുദായത്തിനാണ്, അല്ലേ? ഡബിളാണ് ഉണ്ടാവുക. അവരും വീട് കെട്ടിക്കൊടുക്കുന്നു, ഇവരും വീട് ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പോ സമുദായത്തിന് നന്മയാണ്, ഖൈറാണ് അതിലുണ്ടാകുന്നത്. എത്രയോ രോഗികൾക്ക് സഹായിക്കുമ്പോ, ഈ സമ്മേളനത്തിന്റെ കാരണം കൊണ്ട് രോഗികളായ ആളുകൾക്ക് സഹായിക്കുമ്പോ AP വിഭാഗം സഹായിക്കുമ്പോൾ EK വിഭാഗക്കാരും സഹായിക്കുന്നുണ്ടല്ലോ. അപ്പോ ഡബിളാണ് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിന് ഇതുകൊണ്ട് നേട്ടവും ഗുണവുമാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ പിന്നെ 500 ആളുകൾ മാത്രമേ കൊടുക്കൂ, ഞങ്ങൾ 500 ആളുകൾ മാത്രമേ വീടുണ്ടാക്കി കൊടുക്കുന്നുള്ളൂ, നിങ്ങൾ കൊടുക്കാൻ പറ്റൂല എന്ന് പറയുന്നത് വിഡിത്തമല്ലേ? ഞങ്ങൾ 500 ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നു 100ാം വാർഷികത്തിന്റെ പേരിൽ, നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല എന്ന് പറയുകയാണെങ്കിൽ അത് വിഡിത്തമാണ്. അത് സങ്കുചിത ചിന്താഗതിയാണ്. വിശാലമായി ചിന്തിക്കുകയാണെങ്കിൽ ഇതിൽ യാതൊരു കുഴപ്പവും ഒരു പ്രശ്നവുമില്ല. എന്ന് മാത്രമല്ല, ഈ മരണപ്പെട്ടുപോയ മുൻഗാമികളായ മഹാന്മാർക്കും അതിൽ കൊണ്ടുണ്ട്. കാരണം AP വിഭാഗക്കാർ സമ്മേളനം നടത്തുമ്പോ ഒരു 10,000 യാസീനോ ഫാത്തിഹ കിട്ടുകയാണെന്ന് സങ്കല്പിക്കുക. എന്നാൽ അതേപോലെ തന്നെ EK വിഭാഗക്കാരും വാർഷിക നടത്തുമ്പോ അതിലും ഒരു 10,000 യാസീൻ കിട്ടിയില്ലേ? അപ്പൊ മരണപ്പെട്ട ആളുകൾക്കും ഗുണമല്ലേ അതിൽ, അല്ലേ? ഡബിളാണ് കിട്ടുക. അപ്പൊ അതുകൊണ്ട് എല്ലാ നിലയ്ക്ക് ചിന്തിക്കുകയാണെങ്കിലും, ഭൗതികമായി ചിന്തിക്കുകയാണെങ്കിലും, ആത്മീയമായി ചിന്തിക്കുകയാണെങ്കിലും ഒക്കെ ഖൈറാണ്, ഒരു ഷർറും അതിലില്ല. വഫ്അലുൽ ഖൈർ, നിങ്ങൾ ഖൈർ ചെയ്യണമെന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ, ആര് ഖൈർ ചെയ്യുന്നോ അതിന്റെ ഫലം അവൻ അനുഭവിക്കും. അതിന് വേണ്ടാന്ന് പറയുന്നവരോ അത് മന്നാഉലിൽ ഖൈറാണ്, ഖൈറിനെ തടയലാണ്. അപ്പൊ അതുകൊണ്ട് ഈ സങ്കുചിതമായി ചിന്തിച്ചുകൊണ്ട് ഖൈറിനെ തടയുന്ന ആളുകളായി നമ്മൾ മാറരുത്. ഇവിടെ ഒരു ഭാഗം നടത്താൻ പാടില്ല എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് സംഭവിക്കുക? 500 പാവങ്ങൾക്ക് വീടുണ്ടാകുന്നത് ഇല്ലാതെയാകുന്നു, അല്ലെ? ഒരു 10,000 രോഗികൾക്ക് സഹായിക്കുകയാണെങ്കിൽ അത് ഇല്ലാതെയാകുന്നു, നഷ്ടപ്പെടുന്നു, അല്ലേ? അപ്പൊ അതുകൊണ്ട് ഒരു കൂട്ടർ നടത്താൻ പാടില്ല എന്ന് പറയുമ്പോ അതിന്റെ ഫലം എന്താണ്? സമുദായത്തിന് ഉണ്ടാകുന്ന ഉപകാരം നഷ്ടപ്പെട്ടു പോകുന്നു, പാവങ്ങൾ കിട്ടുന്ന ഉപകാരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു. എന്തിന് ആ ഖൈറിനെ നമ്മൾ തടയണം?
ഖണ്ഡീഭാഗവും നടത്തുമ്പോൾ എത്ര ഉപകാരമാണ് സമുദായത്തിന് ഉണ്ടാകുന്നത്. ആ മരണപ്പെട്ടു പോയ മഹാന്മാർ വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് APBക്കാർ സമ്മേളനം നടത്തുമ്പോൾ ഒരു 10,000 ഫാത്തിഹ കിട്ടിയില്ലേ? നിങ്ങൾ നടത്തണ്ടെന്ന് പറയുമ്പോൾ അത് വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് നഷ്ടമല്ലേ? അതുകൊണ്ട് നഷ്ടമല്ലേ ഉണ്ടാകുന്നത്? അപ്പൊ അതുകൊണ്ട് എന്തിന് വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് കിട്ടുന്നത് നമ്മൾ നഷ്ടപ്പെടുത്തണം? അപ്പൊ അതുകൊണ്ട് ഇതുകൊണ്ട് ആത്മീയമായും ഗുണമുണ്ട്, ഭൗതികമായും ഗുണമുണ്ട്. അങ്ങനെ നഷ്ടപ്പെടുത്തുന്ന ആളുകൾ അവരാരാണ്? മന്നാവുൽ ഖൈറാണ്, ഖൈറിനെ തടയുന്ന ആളുകളാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ഖൈറിനെ തടയുന്ന ആളുകളായി നമ്മൾ ഒരിക്കലും മാറാൻ പാടില്ല. വിശാലമായി ചിന്തിക്കുക, സമുദായത്തിന് ഗുണമുണ്ടോ നേട്ടമുണ്ടോ എന്ന് ആലോചിക്കുക. എങ്കിൽ ഒരു പ്രശ്നമില്ല. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. ഈ 100, 200 എണ്ണം കൊണ്ട് ഒരു കാര്യവുമില്ല. യഥാർത്ഥത്തിൽ എണ്ണം ഉണ്ടായിട്ട് എന്താ കാര്യം? 1 മുതൽക്ക് തുടങ്ങി 100 വരെ എണ്ണിയേ 1 മുതൽക്ക് തന്നെ തുടങ്ങിയാലും 1, 2 പോയി അങ്ങനെ 100 എത്തിയാലും ശരി, എത്തിയില്ലെങ്കിലും ശരി, എണ്ണം കൊണ്ടൊരു കാര്യമുണ്ടോ? ഇവിടെ സുന്നത്തി ജമാഅത്ത് വന്നിട്ട് 100 കൊല്ലമായിട്ടുള്ളൂ. 14 നൂറ്റാണ്ടുകളായില്ലേ? 1400 വർഷങ്ങളെ ചരിത്രമില്ലേ സുന്നത്തി ജമാഅത്തിന്റെ ആദർശത്തിന്? ആദർശമാണ് ഇവിടെ മുഖ്യം, എണ്ണല്ല. 1, 2, 3, 4 അങ്ങനെ പോയി 100 പോയി അങ്ങനെ പോയില്ല. അതുകൊണ്ട് ഒരു കാര്യമില്ല. ആദർശം ഉണ്ടോ? അതാണ് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. യഥാർത്ഥ ഈമാനുള്ള ആദർശമുള്ള ആളുകൾ വിജയിച്ചു. അല്ലാതെ 100ഓളം എണ്ണാൻ അറിയുന്ന ആളുകൾ, എണ്ണാൻ സാധിക്കുന്ന ആളുകൾ, 100ന്റെ എണ്ണമുള്ള ആളുകൾ വിജയിച്ചു എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. ഈ എണ്ണം കൊണ്ടൊരു കാര്യവുമില്ല. 100 കൊല്ലത്തിന് മുമ്പ് ഇവിടെ സുന്നത്തി ജമാഅത്തില്ലേ? ഇല്ലേ? ഈ 100 കൊല്ലത്തിന് മുമ്പ് തന്നെ ആദർശം ഇല്ലേ? ഉണ്ട്. ഈ സമസ്ത വരുന്നതിന് മുമ്പ് ഇവിടെ സുന്നികൾ ജീവിച്ചിട്ടില്ലേ? ജീവിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ 100, 50, 80 ആ എണ്ണം കൊണ്ട് ഒരു കാര്യമില്ല, വെറുതെ തർക്കിക്കുകയാണ്. അപ്പൊ ഇവിടെ വേണ്ടത് എന്താണ്? ആദർശമാണ്. ആ ആദർശത്തിന്റെ 100ാമത്തെ വാർഷികമാണ്. അതെന്തിനു നടത്തും എന്ന് പറഞ്ഞാല് അതൊക്കെ സാധാരണ പാവങ്ങളായ സാധാരണക്കാരായ ആളുകളെ നമ്മൾ ബോധവൽക്കരിക്കേണ്ടി വരുന്നുണ്ട്, തമ്പീഹ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതിന് ചില എണ്ണങ്ങൾ പരിഗണിച്ചുകൊണ്ട് അതിനോടനുബന്ധിച്ചുകൊണ്ട് ചില തമ്പീഹിന്റെ പരിപാടികൾ നടത്തുന്നു എന്നല്ലാതെ യഥാർത്ഥത്തിൽ ഈ എണ്ണവും വണ്ണവും കൊണ്ട് ഒരു കാര്യമില്ല. ആദർശമാണ് നമുക്ക് വേണ്ടത്, ഈമാനുമാണ് വേണ്ടത്, തഖ്വയാണ് വേണ്ടത്. അപ്പൊ ആ ആദർശം അത് 14 നൂറ്റാണ്ടുകളെ ആദർശമാണ്. അത് 100 വർഷത്തിന്റെ ആദർശമൊന്നുമല്ല, 14 നൂറ്റാണ്ടിന്റെ ആദർശമാണ്. നബിയും സ്വഹാബത്ത് കാണിച്ചു തന്ന ആദർശമാണ്. ആ ആദർശത്തിന് വില്ലലുണ്ടാക്കിയപ്പോ 1920കളിൽ വഹാബികൾ വന്നിട്ട് പുതിയൊരു ആദർശം ഇവിടെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നമുക്ക് ആ പരമ്പരാഗതമായി വന്ന സുന്നത്തി ജമാഅത്ത് കാണിച്ചു തന്നു. ബിദ്അത്തുകാർക്കെതിരെ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് കാണിച്ചു തന്നു. ഇവിടെ മിണ്ടാതിരുന്നാ പറ്റൂല, ഇവിടെ സംഘടിതരായി അതിനെതിരെ പ്രവർത്തിക്കണം എന്ന ഒരു മഹത്തായ ഒരു സന്ദേശം മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നമുക്ക് കാണിച്ചു തന്നു. അതിന്റെ 100ാമത്തെ വാർഷികമാണ്. അതുകൊണ്ട് വിശാലമായി ഈ വിഷയത്തിൽ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യണം. സങ്കുചിതമായി ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. ആ ചിന്തിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കാതെ എല്ലാ പ്രഗത്ഭരായ ആലിമീങ്ങളെയും സാദാത്യങ്ങളെയും ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് ഒരു ആലിമിനെയും കുറ്റം പറയാതെ, തെറി വിളിക്കാതെ, ചെറുതാക്കാതെ, നിസ്സാരപ്പെടുത്താതെ, അവരൊക്കെ പണ്ഡിതന്മാരാണ്. നമ്മൾ അവരുടെ കാലിന്റെ അടിയിലുള്ള ചെരുപ്പിന്റെ ഒരു മണ്ണിലേക്ക് പോലും സമാനരല്ല എന്ന ആ നല്ല ബോധത്തോടുകൂടി ആലിമീങ്ങളൊക്കെയും ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ സുന്നത്തി ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുക, ആദർശബദ്ധരായിക്കൊണ്ട് ദീനിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുക, ബിദ്അത്തിനെതിരെ സംഘടിതമായി പ്രവർത്തിക്കുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രമാണ് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ പറഞ്ഞു വന്നത്, മഹാന്മാരുടെ അനുസ്മരണം നടത്തുന്നതിന് പരിശുദ്ധമായ ഇസ്ലാമിൽ അടിസ്ഥാനമുണ്ട്, തെളിവുണ്ട്. അതിന്റെ ആയത്തുകളാണ് ഞാൻ തുടക്കത്തിൽ നിങ്ങൾക്ക് കേൾപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതും കൂടി മറക്കരുത് എന്ന കാര്യം ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.